അപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുവോ കിടക്കുവോ ഇവിടെ വരുവോ എന്നൊക്കെ ചോദിക്കും. കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറൊരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. മനസ്സിലായി? ഭയങ്കരമായിട്ട് പെൺകുട്ടികളങ്ങ് ഹാസിൽഡായി. അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഇഷ്ടം. നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല. പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലിയാണ്. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നു. അത് അവരുടെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തേലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൗസ് ഒന്ന് ശരിയാക്കണം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക്. ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായി പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി. അങ്ങനെയൊക്കെ എന്താ? അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാ പോരെ? ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ട? പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ? അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അവന്റെ അടുത്ത് പറയട്ടെ വണ്ടി എടുക്കാം. അവരോട് പറയണ്ട, ഞാൻ കയറിയിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് സൈഡ് സീറ്റ് വേണേ. ഇത് വണ്ടി എടുത്തോ. വിട്ടോ വിട്ടോ. അയ്യോ ഞാൻ കയറിയില്ല. നീ ആട്ടോ വിളിച്ചു. എനിക്കൊരു അല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.